ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് മൊബൈലുകളുടെ ലോഞ്ചിങ് ഒക്കെ കൺഫേം ആയിട്ടുണ്ട്. അത് ഏത് മൊബൈലൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന വിവോയുടെ ക്യാമറ ഫോണായ വിവോ V50 പറ്റി നോക്കാം. ഈ ഫോണിൽ റോസ് റെഡ്, ടൈറ്റാനിയം ഗ്രേ, സ്റ്റയറി ബ്ലൂ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇതിൽ IP68+ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറയെ പറ്റിയൊക്കെ നമ്മൾ ഫുൾ ഡീറ്റെയിൽ വീഡിയോയിൽ പറയുന്നതാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ലോഞ്ച് കഴിയുമ്പോൾ വരുന്നതാണ്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഈ മാസം 17-ാം തീയതിയാണ്. 12 മണിക്കാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായി റിയൽമി P3 പ്രോയും റിയൽമി P3Xും ഇറങ്ങാൻ പോവുകയാണ്. ഈ രണ്ട് ഫോണുകളും ഒരേ ദിവസം തന്നെയാണ് ഇറങ്ങുന്നത്. റിയൽമി P3 പ്രോയിൽ നെബുല ഗ്രീൻ, സാറ്റേൺ ബ്രൗൺ, ഗാലക്സി പർപ്പിൾ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. നെബുല ഗ്രീനിൽ സെഗ്മെന്റ്സ് ഫസ്റ്റ് ഗ്ലോ ഇൻ ദ ഡാർക്ക് ഡിസൈനാണ് വരുന്നത്. ഇതിൽ IP66+, IP68+, IP69 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിൽ 6000 mAh ബാറ്ററിയോടൊപ്പം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ തന്നെ പവർഫുള്ളായ പ്രൊസസ്സറാണ് വരുന്നത്. ഇനി റിയൽമി P3Xൽ മിഡ് നൈറ്റ് ബ്ലൂ, സ്റ്റെല്ലർ പിങ്ക്, ലൂണാർ സിൽവർ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ 6000 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഇതിൽ MediaTek Dimensity 6400 എന്ന പ്രൊസസ്സറാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളുടെയും ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഈ രണ്ട് ഫോണുകളുടെയും ലോഞ്ച് ഡേറ്റ് വരുന്നത് ഈ മാസം 18-ാം തീയതി 12 മണിക്കാണ്. ഇനി അടുത്തതായി കുറേയധികം ആളുകൾ കുറേ മാസങ്ങളായി കാത്തിരിക്കുന്ന iPhone SE 4 എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് iPhone 16e ആയിട്ട് മാറും. ഇത് 6.1 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ വരും. ഡൈനാമിക് ഐലൻഡ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ആപ്പിളിൻ്റെ A18 ചിപ്പ് വരുന്നതാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇതിൻ്റെ ലോഞ്ച് വരുന്നത് ഈ മാസം 19-ാം തീയതിയാണ്. അടുത്തതായി കുറേയധികം ആളുകൾ കഴിഞ്ഞ മാസം മുതലേ കാത്തിരിക്കുന്ന ഓപ്പോയുടെ Oppo Find N5 എന്ന വളരെ സ്ലിമ്മായ ഫോണിൻ്റെ ഗ്ലോബൽ ലോഞ്ച് നടക്കാൻ പോവുകയാണ്. ഈ ഫോണിന് 2 കോയിൻ്റെ അത്ര മാത്രമാണ് തിക്നെസ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഇതാണ്. 5600 mAh ബാറ്ററിയോടൊപ്പം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ഗ്ലോബൽ ലോഞ്ച് 20-ാം തീയതിയാണ് നടക്കുന്നത്. സിംഗപ്പൂരിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി അടുത്തതായി ഷവോമിയുടെ 15 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഷവോമി 15 Pro ആൻഡ് ഷവോമി 15 Ultra. ഈ രണ്ട് ഫോണുകളുടെയും ഫീച്ചേഴ്സ് ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഷവോമി 15 Ultra നല്ലൊരു ക്യാമറ ഫോൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിവോ H200 Proയ്ക്ക് നല്ലൊരു എതിരാളിയാവാൻ ചാൻസ് ഉള്ള ഫോണാണ് ഷവോമി 15 Ultra. ഈ രണ്ട് ഫോണുകളുടെയും കമ്പാരിസൺ വീഡിയോ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഈ രണ്ട് ഫോണുകളുടെയും ലോഞ്ച് ഡേറ്റ് മാർച്ച് 3-ാം തീയതിയാണ്. ഇനി നത്തിങ്ങിൻ്റെ ഫോൺസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നത്തിങ്ങിൻ്റെ 3A സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറായിരിക്കും വരിക. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും വരിക. ഇതിൻ്റെ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക. ഈ ഫോൺ മാർച്ച് 4-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിനോടൊപ്പം മാർച്ചിൽ തന്നെ ലോഞ്ച് ചെയ്യുന്ന വേറൊരു ഫോൺ കൂടിയുണ്ട്, iQ Neo 10R. ഇത് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ആയിരിക്കും. ഇതിൽ റേജിംഗ് ബ്ലൂ, മൂൺ നൈറ്റ്, ടൈറ്റാനിയം എന്ന കളർ ഓപ്ഷൻസ് ആണ് വരിക. ഇത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഗെയിം പെർഫോമൻസ് തന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ ഡ്യുവൽ ടോൺ ഫിനിഷാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. ഇതിൻ്റെ ലോഞ്ച് മാർച്ച് 11-ാം തീയതിയാണ്. ഇനി കുറച്ച് ഫോണുകൾ ഇറങ്ങുമെന്ന് ഉറപ്പില്ല, പക്ഷേ ഇറങ്ങും. പക്ഷേ അതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഒന്നും അറിയില്ല. ആ ഫോണുകളെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് S25 Edge എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നല്ലൊരു സ്ലിം ഫോണായിരിക്കും, Oppo Find N5 പോലെ. പിന്നെ
ഇതിനോടൊപ്പം റിയൽമിയുടെ GT70 എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണും കൂടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം സാംസങ്ങിൻ്റെ A36ഉം A56ഉം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇത് നോർമൽ യൂസിന് പറ്റിയ നല്ല 2 ഫോണുകളാണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.